പക്ഷെ ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹത്തിന് എന്തിനാണ് വേട്ടയാടുന്നത്? യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എത്രയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതെല്ലാം ഉണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും എന്തിനാ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തെ വേട്ടയാടാമായിരുന്നോ? അത് ശരിയല്ല എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറയണ്ടേ? ആ കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പറയണ്ടേ? അവിടെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ഒരു മനുഷ്യൻ മരിച്ച് 2.5 വർഷം കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, വേട്ടയാടുന്നത്? അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിക്രൂരമായിട്ട് വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്നിട്ട് ഈ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചതും ഈ ഭരണത്തിലൊക്കെ ഇരുന്നതൊക്കെ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും അദ്ദേഹത്തിന് കാണാനും സംസാരിക്കാനുള്ളൊരു എന്താ പറയുക സ്പേസ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ തന്നിട്ടുണ്ട്. എത്രയോ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഒരു മനുഷ്യൻ ഇതുപോലെ ഇങ്ങനെ വേട്ടയാടുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. ഒരു കാര്യം മാറ്റം പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രം അദ്ദേഹത്തിന് വേട്ടയാടാണ്ടിരിക്കും പ്ലീസ്. റിക്വസ്റ്റാണ്, വളരെയധികം സ്നേഹത്തോടുള്ള റിക്വസ്റ്റാണ്.